ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങാൻ നല്ല രസമായിരുന്നേ. ഇലകളിലൊക്കെ വെള്ളത്തുള്ളികൾ ഇരിക്കുന്നതും ആ ഒരു ചെറിയ തണുപ്പും ഒക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെടിച്ചട്ടിയിലെ ചെടികൾക്കൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തത് കൊണ്ട് എന്തായാലും 10 മണി ചെടിക്കാണത് കൂടുതൽ ഫലം കിട്ടിയത് കേട്ടോ. വലിയ ഇലകളും വലിയ പൂക്കളും ഒക്കെയാണ് എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്നതിനേക്കാളും വലിയ പൂക്കളൊക്കെയാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വിളവെടുപ്പാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വിളവെടുക്കണം, പിന്നെ അതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ തന്നെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് വിളവെടുക്കേണ്ടത് എന്നൊക്കെ നോക്കി വെച്ചിട്ടാണ് പിന്നെ പോയി അതൊക്കെ പറിച്ചെടുക്കുന്നത്. അതൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിള്ളേർ നല്ല ഉറക്കമായിരുന്നല്ലായിരുന്നെങ്കിൽ അവരെനിക്ക് വീഡിയോ എടുത്ത് തന്നേനെ. ബ്ലൂ പോട്ട് വീടാണെങ്കിൽ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഒന്നും ഒറ്റയും പൂവൊക്കെ നിന്ന് അത്രയും ഭംഗി കാണില്ല. ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ്. അപ്പം നമ്മൾ ഇന്ന് വിളവെടുത്തതെന്ന് പറയുന്നത് ചുവപ്പ് ചീര ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് വിളവെടുക്കുന്നത്. ചുവപ്പ് ചീരയുണ്ട്, പിന്നെ പച്ചച്ചീര, അച്ചിങ്ങാപ്പയർ പച്ചയും ഉണ്ട്, ഒരു വയലറ്റ് കളറിലെ ഉണ്ട്, പിന്നെ നമുക്ക് ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളി നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ വെച്ചത് കൊണ്ട് നിറച്ച് ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് അപ്പം ഇനിയും കിളിർത്തോളുമല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കിട്ടിയ സാധനങ്ങളെല്ലാം ആണ് കേട്ടോ ഇന്നത്തേന് തോരൻ വെക്കുന്നത്. അപ്പം നമുക്കൊരു കുഞ്ഞി തോരനുള്ള വകയൊക്കെ കിട്ടിയിട്ടുണ്ട്. തേങ്ങയും സവോളയും എല്ലാം കൂടെ വരുമ്പോഴത്തേന് എല്ലാവർക്കും കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള തോരൻ ഇതായിട്ടുണ്ട്. ഞാനതെല്ലാം അരിഞ്ഞ് വെക്കുവാണ്. എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.